അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എങ്ങനെയാണ് നമ്മൾ മനുഷ്യർ ഈ ഒരു ചിത്രങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്? ചരിത്രം പറയുകയാണെങ്കിൽ 1907 മുതൽ നമുക്ക് പറയാനുണ്ട്. 1907 അന്നത്തെ ശാസ്ത്രജ്ഞനായിരുന്ന ലിയോൺ ഹെൻഡ്രിക്കാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പ്ലാസ്റ്റിക്കിനെ കണ്ടുപിടിക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് പ്രകൃതിദത്തമായ കല്ല്, ലോഹം, മണ്ണ് എന്നിവയായിരുന്നു നിത്യോപയോഗ വസ്തുക്കളായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ലോകം അടിമുടി മാറി എന്ന് തന്നെ പറയാൻ കഴിയും. ബയോ പ്ലാസ്റ്റിക്കുകളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചു പോന്നിരുന്നത്. അതായത് ഭൂമിയിലെ വസ്തുക്കൾ കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് ഭൂമി ലയിക്കുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ. എന്നാൽ ഇന്നത്തെ കാലത്തെ പ്ലാസ്റ്റിക്കുകൾ ഒരിക്കലും ബയോ പ്ലാസ്റ്റിക്കുകളല്ല, മറിച്ച് പോളിമറൈസേഷൻ എന്ന പ്രക്രിയ വഴി ഉൽപ്പാദിപ്പിക്കുന്ന സിന്തറ്റിക് പോളിമറുകളാണ് ഇന്നത്തെ പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് പോളിമറുകളുണ്ട്. DNA, കോശം, അതുപോലെ തന്നെ മുടിനാരുകൾ തുടങ്ങിയവരെല്ലാം പോളിമറുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ പോളിമറുകൾ നമുക്ക് കൃത്രിമമായി രാസപ്രവർത്തനങ്ങൾ വഴി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച ഒന്നാണ് ഈ സിന്തറ്റിക് പോളിമർ അഥവാ പ്ലാസ്റ്റിക്. ഏതാകൃതിയിലേക്കും മാറ്റപ്പെടാൻ കഴിയുന്ന സിന്തറ്റിക് പോളിമറുകൾ വളരെ കഠിനവും അതുപോലെ തന്നെ ഭാരക്കുറവുമുള്ളവയാണ്. ഇന്ന് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ വസ്തുക്കളിലും ഭാഗികമായോ പൂർണ്ണമായോ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ, ഫോണുകൾ, അതുപോലെ വീട്ടുപകരണങ്ങൾ എന്നിവ തുടങ്ങിയ എല്ലാ വസ്തുക്കളിലും പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ബൈക്ക് ലൈറ്റ്, PVC, അക്രലിക്, നൈലോൺ തുടങ്ങി വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് മുന്നിൽ ഇന്ന് പ്ലാസ്റ്റിക്കുകൾ അവൈലബിൾ ആണ്. എന്നാൽ നാം ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയാണ്. ഒരുപാട് രാജ്യങ്ങൾ ഈ പ്ലാസ്റ്റിക്കിനെ ഇപ്പോൾ കഠിനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്ത് വിപ്ലവം തീർത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ന്യൂക്ലിയർ മാലിന്യങ്ങളെക്കാൾ അപകടകാരികളാണ്. ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുന്ന ഫുഡ് പൊതിയാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗുകൾ, ഇവയെല്ലാം കേവലം ഒരു മാലിന്യമായിക്കൊണ്ട് ഭൂമിക്ക് മുകളിൽ പരന്നു കിടക്കുകയാണ്. സിന്തറ്റിക് പോളിമർ അതികഠിനമായതുകൊണ്ട് ഭൂമിയോട് ലയിച്ചു ചേരാൻ ഏകദേശം 500 മുതൽ 1000 വർഷം വരെ സമയമെടുക്കും. ഇത് വലിയൊരു വിപത്തിലേക്കാണ് നമ്മുടെ ഭൂമിയെ കൊണ്ടെത്തിക്കുന്നത്. ഇന്ന് കാണുന്ന മാലിന്യങ്ങളിൽ ഏറ്റവും വലിയ മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യമാണ്. ആ മാലിന്യത്തിൽ 40% നാം ഒരു തവണ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പാക്കേജ് മാലിന്യങ്ങളാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇന്ത്യയിൽ 56 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന്റെ ആകമാനം കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 30 കോടി ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഒരു വർഷം ഉൽപ്പാദിക്കപ്പെടുന്നത്. മനുഷ്യരാശി പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത് മുതൽ ഇന്ന് വരെ ഏകദേശം 830 കോടി പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഭൗമോപരിതലത്തിൽ പരന്നു കിടക്കുന്നത്. ഭൂമിയിൽ ഇതുവരെ ഉൽപ്പാദിപ്പിച്ചതിൽ കേവലം 9% പ്ലാസ്റ്റിക് മാത്രമാണ് റീസൈക്കിൾ ചെയ്തിട്ടുള്ളത്. 12% പ്ലാസ്റ്റിക്കുകൾ കത്തിത്തീരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കി 79% പ്ലാസ്റ്റിക്കുകൾ ഇന്നും ഈ ഭൂമിയിലാകെ പരന്നു കിടക്കുകയാണ്. അവയിൽ ഭൂരിഭാഗവും ചെന്നെത്തുന്നത് കടലുകളിലാണ്. ഏകദേശം 80 കോടി ടൺ മാലിന്യങ്ങളാണ് കടലിൽ ഇന്നേ വരെ ചെന്നെത്തിയത്. ഓരോ വർഷവും കൂടുന്തോറും ഇത് പെരുകി കടലിലെ ഇന്ന് കാണുന്ന ജീവികളെക്കാൾ ഇരട്ടി മാലിന്യങ്ങൾ കടലിൽ എത്തിച്ചേരുമെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കടലിൽ എത്തപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പിന്നീട് സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് മൂലം മൈക്രോ പ്ലാസ്റ്റിക്കുകളായി ചിതറിക്കിടക്കുന്നു. അത്തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളെ ചെറിയ മീനുകൾ ഭക്ഷിക്കുന്നു. അവയെ പിന്നീട് വലിയ മീനുകളും ആ വലിയ മീനുകളെ മനുഷ്യന്റെ തീന്മേശയിലേക്കും എത്തപ്പെടുന്നു. ഇങ്ങനെ സർവ്വജീവജാലങ്ങളുടെയും ആഹാര ശൃംഖലയിലേക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് കടന്നു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിലെ ഏറ്റവും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് പ്ലാസ്റ്റിക് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന BP എന്ന പദാർത്ഥം മനുഷ്യന് ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ DEHP എന്ന പദാർത്ഥം മനുഷ്യ ശരീരത്തിന് ക്യാൻസർ വരെ കൊണ്ടുവരുന്നതിന് പ്ലാസ്റ്റിക് മൂലം ആവുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ജനിക്കുന്ന 10ൽ 8 കുട്ടികളുടെ ശരീരത്തിലും പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ 90% മനുഷ്യരാശിയുടെ ശരീരങ്ങളിലും പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തെ 90% പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടലിലേക്ക് എത്തപ്പെടുന്നത് ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ കേവലം 10 നദികളിൽ നിന്നാണ്. ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, റഷ്യ, USA തുടങ്ങിയ രാജ്യങ്ങളാണ്
ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ചൈനയിലെ യാൻസെ എന്ന നദിയിൽ നിന്ന് പ്രതിവർഷം 15 ലക്ഷം ടൺ മാലിന്യമാണ് കടലിലേക്ക് ഒഴുകുന്നത്. 2015 കണക്ക് പ്രകാരം 90% കടൽ പക്ഷികളും പ്ലാസ്റ്റിക് ഭക്ഷിച്ചിട്ടുണ്ട്. അത് അവരുടെ ദഹന പ്രക്രിയയെ സാരമായി ബാധിക്കുന്നുമുണ്ട്. 2018 സ്പെയിനിൽ ഒരു കടൽ തീരത്ത് തിമിംഗലം അടിയുകയുണ്ടായി. ആ തിമിംഗലത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഏകദേശം 32 കിലോ പ്ലാസ്റ്റിക്കുകളാണ് ആ തിമിംഗലം ഭക്ഷിച്ചിരുന്നത്. സമാനമായ രീതിയിൽ 2019 ഇറ്റലിയിലും ഒരു തിമിംഗലം കരക്കണിഞ്ഞു. ഏകദേശം 25 കിലോ പ്ലാസ്റ്റിക്കുകളാണ് ആ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തത്. പൂർണ്ണമായും മനുഷ്യരിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ എടുത്തു മാറ്റുന്നത് ഇന്നത്തെ കാലത്ത് സാധ്യമല്ല. കാരണം പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിക്കുമ്പോൾ മറ്റ് റിസോഴ്സുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ചിലവും അതുപോലെ തന്നെ പ്രകൃതിദത്ത വസ്തുക്കളുടെ ചിലവിലേക്കും നമ്മെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ വഴി മാത്രമേ ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് എന്ന വിപത്തിനെ തടയാൻ സാധിക്കൂ. 2020 ജനുവരി 1 മുതൽ കേരള സർക്കാർ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കച്ചവടയിടങ്ങളിലും കടകമ്പോളങ്ങളിലും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയത് കൊണ്ട് കാര്യമില്ല, മറിച്ച് ലോകത്തെ എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ പ്ലാസ്റ്റിക് എന്ന വിപത്തിനെ കടിഞ്ഞാണിടാൻ കഴിയൂ. പണ്ട് കാലത്ത് ഒരു രാജാവിന്റെ കഥയുണ്ട്. ആ രാജാവിന് ഒരു വരം ലഭിക്കുകയാണ്. ആ രാജാവ് തൊടുന്നതെല്ലാം സ്വർണമായി തീരുന്നു. പിന്നീടാണ് രാജാവ് മനസ്സിലാക്കുന്നത് തനിക്ക് ലഭിച്ചത് വരമല്ല, മറിച്ച് ശാപമായിരുന്നു. ആ രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം എടുക്കുമ്പോൾ അത് സ്വർണമായി മാറുന്നു. ഇങ്ങനെയാണ് മനുഷ്യൻ കണ്ടുപിടിച്ച പ്ലാസ്റ്റിക്കും. മനുഷ്യന്റെ നിത്യജീവിതത്തെ എളുപ്പമാക്കുന്നതിന് വേണ്ടി അവൻ പ്ലാസ്റ്റിക്കിനെ കണ്ടുപിടിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ പ്ലാസ്റ്റിക് ഇന്ന് മനുഷ്യന്റെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും ആവാസ വ്യവസ്ഥയ്ക്കും ഒരു കാലനായി നിലകൊള്ളുകയാണ്. ഇതിന് മാറ്റം വരണം. മാറ്റം വരുന്നതിന് നാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. അസ്സലാമു അലൈക്കും.